1770 ടൺ കേവ് ഭാരവും 400 കുതിരശക്തി എഞ്ചിൻ കപ്പാസിറ്റിയും ഉണ്ടായിരുന്ന റംഗൂൺ എന്ന ആവിക്കപ്പൽ ഹോങ്കോങ്ങിലേക്ക് യാത്ര ആരംഭിച്ചു. മംഗോളിയയ്ക്ക് തുല്യമായ വേഗത റംഗൂണിനും ഉണ്ടെങ്കിലും മംഗോളിയയിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന മാനസിക സുഖം ഇതിനില്ല. ഫിലിയാസ് ഫോഗിന്റെ പെരുമാറ്റവും സ്നേഹപരിചരണവും അങ്ങേയറ്റം ഔദ ഇഷ്ടപ്പെട്ടു. കപ്പൽ യാത്ര അവൾക്ക് വലിയ ബുദ്ധിമുട്ടായും അനുഭവപ്പെടാനിടയില്ല. എന്നാൽ 3500 മൈൽ ദൂരമുള്ള ഈ യാത്രയ്ക്ക് ഏതാണ്ട് 11-12 ദിവസം കടലിൽ തള്ളി നീക്കേണ്ടി വരും. അതവൾക്ക് എങ്ങനെ താങ്ങാനാകും എന്ന കാര്യത്തിൽ ഫോഗിന് അല്പം ആശങ്ക തോന്നി. യാത്രയുടെ ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് തന്നെ ഫീലിയാസ് ഫോഗ് എന്ന മനുഷ്യൻ ഔദയുടെ മനസ്സിൽ മായാത്ത ചിത്രമായി മാറിയിരുന്നു. അവളുടെ പെരുമാറ്റത്തിലൂടെ അക്കാര്യം ഫോഗിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാന്യനായ ആ മനുഷ്യൻ അവളുടെ വാക്കുകളെ സശ്രദ്ധം ശ്രവിക്കുകയും വാക്കുകൊണ്ടോ ശാരീരിക പ്രകടനം കൊണ്ടോ യാതൊരു അനിഷ്ടവും കാണിക്കാതെ അവളുടെ മുന്നിൽ ക്ഷമയോടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ തയ്യാറായി. കൃത്യമായ ഇടവേളകളിൽ ഫോഗ് അവളെ സന്ദർശിക്കുകയും ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്തു. പാസ്പാർത്തുവിൽ നിന്നും ഫോഗിന്റെ അസാധാരണവും ഭ്രാന്ത് നിറഞ്ഞതുമായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അവൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു. തന്റെ യജമാനൻ നടത്തുന്ന ലോകം ചുറ്റൽ യാത്രയുടെ പിന്നിലെ പന്തയത്തെക്കുറിച്ചും അയാൾ അവളോട് പറഞ്ഞിരുന്നു. ഓരോ സന്ദർശനം കഴിയുമ്പോഴും ഔദ തന്റെ രക്ഷകനു മുന്നിൽ കൂടുതൽ വിനയാന്വിതയായി. പാഴ്സി യുവാവ് അവളെക്കുറിച്ച് പറഞ്ഞ കഥകളെല്ലാം ശരിയാണെന്ന് അവൾ സമ്മതിച്ചു. പാഴ്സികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളിൽ ഒന്നായിരുന്നു അവളുടേത്. കോട്ടൺ വ്യവസായത്തിലും മറ്റുമായി ധാരാളം സമ്പാദ്യമുണ്ടാക്കിയ നിരവധി പാഴ്സികൾ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. അക്കാലത്ത് ബോംബെയിൽ ജീവിച്ചിരുന്ന ജീജാബായി എന്ന പാഴ്സിക്ക് സർപദവി നൽകി ആദരിച്ചത് ബ്രിട്ടീഷ് സർക്കാരാണ്. ഇദ്ദേഹവുമായി അടുത്ത കുടുംബബന്ധമുണ്ടായിരുന്നു ഔദയുടെ കുടുംബത്തിന്. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഹോങ്കോങ്ങിൽ വെച്ച് കണ്ടുമുട്ടാൻ കഴിയുമെന്നും തന്നെ സഹായിക്കുമെന്നും സംരക്ഷിക്കുമെന്നും ഔദ പ്രതീക്ഷിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും അവൾക്ക് നൽകാനാവുമായിരുന്നില്ല. അക്കാര്യം ഓർത്ത് യാതൊരു സങ്കടവും വേണ്ടെന്നും ഓരോ സംഭവങ്ങളും അതിൻ്റെതായ മാത്തമാറ്റിക്സിൽ നടക്കുമെന്നും ഫോഗ് പറഞ്ഞപ്പോൾ ഫോഗ് ഉപയോഗിച്ച മാത്തമാറ്റിക്കലി എന്ന വാക്ക് ഔദയെ ഏറെ രസിപ്പിച്ചു. എന്നാൽ ഫോഗ് ആ വാക്കിന് നിശ്ചയിച്ചിരിക്കുന്ന ആന്തരികമായ അർത്ഥതലം ആ യുവതിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനായോ എന്ന് സംശയമാണ്. എങ്കിലും ഓരോ പ്രാവശ്യം അയാൾ സന്ദർശിക്കുമ്പോഴും ഔദയുടെ വലിയ കണ്ണുകളിലെ കറുത്ത കൃഷ്ണമണികൾ ഹിമാലയ സാനുക്കൾക്ക് നടുവിലെ വെട്ടിത്തിളങ്ങുന്ന സ്വർഗീയ തടാകം പോലെ തെന്നി മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ആ തടാകത്തിൽ നീന്തിക്കുളിക്കാനൊന്നും ഫോഗിന് താല്പര്യമുണ്ടായിരുന്നില്ല. അയാൾ അപ്പോഴും തന്റേതായ വിചിത്രശീലങ്ങളുടെ തടവുകാരൻ തന്നെയായിരുന്നു. കാലാവസ്ഥ തികച്ചും അനുയോജ്യമായിരുന്നതിനാൽ യാത്രയുടെ ആദ്യ ഭാഗം സന്തോഷകരമായി കടന്നുപോയി. ബംഗാൾ ഉൾക്കടലിലൂടെയുള്ള ഏറ്റവും സുഖകരമായ യാത്രയായിട്ടാണ് നാവികർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റംഗൂൺ ആൻഡമാൻ ദ്വീപസമൂഹങ്ങളുടെ അടുത്തുകൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നാവികർക്ക് വളരെ അകലെ നിന്ന് തന്നെ 2400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സാഡിൽ കൊടുമുടി ദൃശ്യമാകും. മലനിരകളുടെ ഭംഗി അവരെ ആനന്ദതുന്തിലരാക്കും. കപ്പൽ തീരത്തോടിപ്പോൾ കൂടുതൽ അടുത്തുകൂടിയാണ് പോകുന്നത്. തദ്ദേശീയരായ ജനങ്ങളെ കാണുക പ്രയാസമാണ്. അവർ ഒരിക്കലും മറ്റുള്ളവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ചെറിയ മനുഷ്യരായ അവർ നരഭോജികളാണോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആൻഡമാന്റെ ദൃശ്യഭംഗി ആവോളം നോക്കിക്കാണാൻ യാത്രക്കാർക്ക് അവസരമുണ്ട്. തേക്കും മുളയും അടയ്ക്കയും തെങ്ങും വിവിധയിനം കാട്ടുമരങ്ങളും ഇടതൂർന്നു നിൽക്കുന്നു. പശ്ചാത്തലമായി അമ്പരചുംബികളായ മലനിരകളും. ആൻഡമാന്റെ പ്രകൃതി ഭംഗിയിൽ നിന്നും റംഗൂൺ മലാക്ക കടലിടുക്കിലേക്ക് പ്രവേശിച്ചു. തെക്കൻ ചൈന കടലിലേക്കുള്ള പ്രവേശന മാർഗമാണ് മലാക്ക കടലിടുക്ക്. ഈ കപ്പൽ യാത്രക്കിടയിൽ കുറ്റാന്വേഷകൻ ഫിക്സ് എന്താണ് ചെയ്തിരുന്നത്? ലോകത്തിന്റെ അങ്ങേയറ്റം വരെയും ഫീലിയാസ് ഫോഗിനെ പിന്തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന ഫിക്സ് റംഗൂണിൽ കടന്നുകയറിയിരുന്നു. അതിനു മുൻപ് തന്നെ ഫീലിയാസ് ഫോഗിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഹോങ്കോങ്ങിലേക്ക് അയക്കാനുള്ള നിർദ്ദേശം ലണ്ടനിലേക്ക് അയച്ചിരുന്നു. ഹോങ്കോങ് ആയിരുന്നു അയാളുടെ അടുത്ത പ്രതീക്ഷാ കേന്ദ്രം. അവിടെ വെച്ച് അറസ്റ്റ് നടന്നില്ല എങ്കിൽ ഇനി ഒരിക്കലും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഹോങ്കോങ്ങിനും അപ്പുറത്തുള്ള പ്രദേശങ്ങളായ ചൈനയും ജപ്പാനും അമേരിക്കയുമെല്ലാം അയാൾക്ക് സുരക്ഷിത താവളങ്ങളാണ്. ഹോങ്കോങ് കഴിഞ്ഞാൽ വെറുമൊരു വാറന്റ് ഉപയോഗിച്ച് അയാളെ ഒരു ചുക്കും ചെയ്യാനാവില്ല. അതിന് ആ രാജ്യത്തിന്റെ നാടുകടത്തൽ ഉത്തരവ് തന്നെ വേണം. അത് നേടണമെങ്കിൽ വലിയ കാലതാമസം നേരിടുന്ന പണിയാണ്. ഈ കാലതാമസം അയാളെപ്പോലൊരു പഠിച്ച കള്ളന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കും.
ഹോങ്കോങ് ദൗത്യം പരാജയപ്പെട്ടാൽ താൻ തീർത്തും ഇക്കാര്യത്തിൽ പരാജിതനായി മാറും. ഇതുവരെ നടത്തിയ കാഴ്ചപ്പാടുകൾ വെറുതെയാകും. ഹോങ്കോങ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലുള്ള അവസാനത്തെ ഇടമാണ്. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻ ഹോങ്കോങ്ങിൽ എത്തുമെന്ന് ഫിക്സ് കണക്കുകൂട്ടി. അങ്ങനെയെങ്കിൽ അയാളെ ഹോങ്കോങ് പോലീസിന് കൈമാറി അവരുടെ സഹായത്തോടെ ലണ്ടനിൽ എത്തിക്കാനാകും. കപ്പലിൽ പാസ്പാർത്തുവിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഫിക്സ് വല്ലാതെ പാടുപെട്ടു. ബോംബെയിൽ വെച്ച് തന്നെ അയാൾക്ക് തന്റെ മേലൊരു സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് ഫിക്സ് സംശയിച്ചിരുന്നു. തികച്ചും യാദൃശികമായിട്ടാണ് താൻ റങ്കൂണിൽ എത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കാൻ സാധ്യതയില്ല. കപ്പലിലെ തന്റെ മുറിയിൽ ഏകനായി മണിക്കൂറുകളോളം ചിലവഴിച്ച ഫിക്സ് ആകെ അസ്വസ്ഥനായിരുന്നു. ഞാൻ ബോംബെയിൽ പരാജിതനായി, ഞാൻ കൽക്കട്ടയിലും പരാജിതനായി, ഇനി ഹോങ്കോങ്ങിലും കൂടി പരാജയപ്പെട്ടാൽ അതെന്റെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കും. ഇതുവരെയും നേടിയെടുത്ത ഇമേജ് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എനിക്ക് വിജയിച്ചേ തീരൂ. എന്തെല്ലാം നേരിടേണ്ടി വന്നാലും ഹോങ്കോങ്ങിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഞാൻ അയാളെ അനുവദിക്കില്ല. അവസാന ശ്രമമെന്ന നിലയിൽ പാസ്പാർത്തുവിനോട് അയാളുടെ യജമാനനായ ഫീലിയാസ് ഫോഗ് ഒരു ബാങ്ക് കവർച്ചക്കാരനാണെന്ന് പറയണമെന്ന് ഫിക്സ് ആലോചിച്ചിരുന്നു. ഫീലിയാസ് ഫോഗിന്റെ തനിനിറം വ്യക്തമായാൽ പാസ്പാർത്തു താനും കേസിൽ പ്രതിയാകുമോ എന്ന് ഭയന്ന് തന്നെ സഹായിച്ചേൽക്കുമെന്ന് അയാൾ കണക്കുകൂട്ടി. എന്നാൽ അത്തരമൊരു നീക്കം വളരെ അപകടം പിടിച്ച ഒന്നാണ്. എല്ലാ വഴികളും അടഞ്ഞതിനു ശേഷം മതി അതിനെക്കുറിച്ച് ആലോചിക്കാൻ. പാസ്പാർത്തുവിന്റെ വായിൽ നിന്നും ഇക്കാര്യം ഫീലിയാസ് ഫോഗിന്റെ ചെവിയിലെങ്ങാനും എത്തിയാൽ അതെല്ലാം നശിപ്പിക്കും. ആ കുറ്റാന്വേഷകനെ അലട്ടിയ മറ്റൊരു പ്രശ്നം ഫീലിയാസ് ഫോഗിന്റെയും പാസ്പാർത്തുവിന്റെയും കൂടെയുള്ള യുവതിയെക്കുറിച്ചായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ആരാണ്? എങ്ങനെയാണ് അവർ ഫീലിയാസ് ഫോഗിന്റെ സംഘത്തിൽ എത്തിപ്പെട്ടത്? ബോംബെയ്ക്കും കൽക്കത്തയ്ക്കും ഇടയിലുള്ള ഏതോ സ്ഥലത്തു നിന്നുമാണ് അവർ അയാൾക്കൊപ്പം കൂടിയത്. ആ സ്ഥലം ഏതായിരിക്കും? ഫീലിയാസ് ഫോഗിനെയും ആ യുവതിയും ഒന്നിച്ചു പിടികൂടാൻ തനിക്ക് അവസരമുണ്ടാകുമോ? ഇനി ഫോഗ് ആ യുവതിയെ എവിടെ നിന്നെങ്കിലും തട്ടിയെടുത്തതായിരിക്കുമോ? തട്ടിയെടുത്തതാണെങ്കിൽ അയാൾ അവരെയും കൊണ്ട് പരസ്യമായി കൊൽക്കത്തയിലെ കോടതി മുറിയിൽ എത്താൻ ധൈര്യം കാണിക്കുമോ? ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ അവസരമാണ്. ഏതായാലും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു നിയമവിരുദ്ധ ഇടപാടിന്റെ കഥ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. ഇത് തന്നെയാണ് അവസരം. ഈ സ്ത്രീ സാന്നിധ്യത്തെ ഉപയോഗിച്ച് അയാളെ ഹോങ്കോങ്ങിൽ തളച്ചിടണം. ആ സ്ത്രീ യഥാർത്ഥത്തിൽ വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും ഫീലിയാസ് ഫോഗ് അവരെ ഇന്ത്യയിൽ നിന്നും തട്ടിക്കൊണ്ടുവരികയാണെന്ന് സ്ഥാപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. പണം കൊടുത്ത് അയാൾക്ക് അതിൽ നിന്നും ഊരിപ്പോരാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹോങ്കോങ്ങിൽ എത്തുന്നതുവരെ കാത്തു നിൽക്കുന്നത് ബുദ്ധിയല്ല. ഫീലിയാസ് ഫോഗിനെ പോലൊരു മനുഷ്യന് ഒരു ബോട്ടിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് ചാടാൻ അധികം സമയം വേണമെന്നില്ല. അയാളെ കുടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കി വരുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടിരിക്കും. കപ്പൽ ഹോങ്കോങ്ങിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ ബ്രിട്ടീഷ് അധികാരികളെ ഇതെല്ലാം അറിയിക്കണം. അതിനൊരു മാർഗമുണ്ട്. കപ്പൽ സിംഗപ്പൂർ തുറമുഖത്ത് ഏതാനും മണിക്കൂർ നിർത്തിയിടും. സിംഗപ്പൂരിനെ ഹോങ്കോങ്ങുമായി ബന്ധിപ്പിക്കുന്ന ടെലഗ്രാം ലൈനുണ്ട്. എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് പാസ്പാർത്തുവിനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഫിക്സ് തീരുമാനിച്ചു. അതായിരിക്കും കൂടുതൽ സുരക്ഷിതമെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. താനൊരു കുറ്റാന്വേഷകനാണെന്ന കാര്യം പാസ്പാർത്തുവിനെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം കാര്യങ്ങൾ അറിയാൻ. നഷ്ടപ്പെടുത്താൻ സമയമില്ല. ഇന്ന് ഒക്ടോബർ 30 അതായത് 31 കപ്പൽ സിംഗപ്പൂരിൽ എത്തിച്ചേരും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഫിക്സ് തന്റെ ക്യാബിനിൽ നിന്നും കപ്പലിന്റെ ഡെക്കിലേക്ക് എത്തി. പാസ്പാർത്തുവിനെ കാണുകയെന്നതായിരുന്നു ഉദ്ദേശം. ഫിക്സ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാസ്പാർത്തുവിനെ ഡെക്കിൽ വെച്ച് കണ്ടുമുട്ടി. ഒന്നും അറിയാത്ത പോലെ നേരെ ചെന്ന് പാസ്പാർത്തുവിനോട് തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയതിൽ അത്ഭുതത്തോടെ, സർ, താങ്കൾ റങ്കൂണിലും? മിസ്റ്റർ ഫിക്സ്, താങ്കളും? പാസ്പാർത്തു പ്രതികരിച്ചു. മംഗോളിയയിലെ തന്റെ സുഹൃത്ത് തന്നെ തിരിച്ചറിഞ്ഞതിൽ പാസ്പാർത്തുവിന് സന്തോഷമുണ്ടായിരുന്നു. ബോംബെയിൽ വെച്ച് നമ്മൾ കണ്ടുപിരിഞ്ഞതാണ്. ഇതാ ഇപ്പോൾ ഹോങ്കോങ്ങിലേക്കുള്ള വഴിയിൽ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. സർ, താങ്കളും ലോകം ചുറ്റാനുള്ള പുറപ്പാടിലാണോ? പാസ്പാർത്തു ചോദിച്ചു. അല്ല, ഒരിക്കലുമല്ല. എന്റെ യാത്ര ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കും. അത് ഹോങ്കോങ് വരെ മാത്രമേ ഉണ്ടാകൂ. അതിരിക്കട്ടെ, താങ്കളെ ഇപ്പോൾ കണ്ടിട്ട് വല്ലാത്ത പരിഭ്രമവും ദുഃഖവും തോന്നുന്നുവല്ലോ. കൽക്കത്തയിൽ നിന്നും കപ്പൽ തിരിച്ച് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളെ ഡെക്കിലെങ്ങും കണ്ടതുമില്ലല്ലോ. പാസ്പാർത്തു ഫിക്സിനോട് ചോദിച്ചു. ഓ, അത് മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് നല്ല സുഖമുണ്ടായിരുന്നില്ല. കടൽ ചുരുക്ക് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു.
ബംഗാൾ ഉൾക്കടലിലെ യാത്ര ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോലെ എനിക്കത്ര നല്ലതായി തോന്നാറില്ല. ആട്ടെ, താങ്കളുടെ യജമാനൻ ഫീലിയാസ് ഫോഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം നല്ല ആരോഗ്യവാനായി ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രയും പ്ലാൻ ചെയ്തതിൽ മാറ്റമില്ലാതെ മുന്നേറുന്നു. ഒരു ദിവസം പോലും പിന്നിലല്ല. ആ മിസ്റ്റർ ഫിക്സ്, താങ്കൾക്ക് പരിചയമില്ല. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു യുവതിയുമുണ്ട്. ഒരു യുവതിയോ? ഫിക്സ് അതിശയത്തോടെ ചോദിച്ചു. പാസ്പാർത്തു നടന്ന കഥകളെല്ലാം അയാളോട് വിവരിച്ചു. ബോംബെയിലെ ക്ഷേത്രത്തിലുണ്ടായ അനിഷ്ട സംഭവം, 2000 പൗണ്ടിന് ആനയെ വാങ്ങിയത്, സതി അനുഷ്ഠിക്കാൻ തുടങ്ങിയ ഔദയെ രക്ഷപ്പെടുത്തിയത്, കൽക്കത്ത കോടതി ശിക്ഷിച്ചത്, അവിടെ നിന്നും ജാമ്യം ലഭിച്ചത് തുടങ്ങി എല്ലാ കഥകളും വിവരിച്ചു പറഞ്ഞു. ഈ കഥയുടെ അവസാന ഭാഗം ഫിക്സിനും ബോധ്യമുള്ളതാണല്ലോ. പാസ്പാർത്തു ആകട്ടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും സാഹസികമായ കഥകൾ അത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് പറയും വിധം രസകരമായി അവതരിപ്പിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കളുടെ യജമാനൻ ആ യുവതിയെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാത്തത്? ഫിക്സ് ചോദിച്ചു. അതങ്ങനെയല്ല മിസ്റ്റർ ഫിക്സ്. ആ യുവതിയുടെ അടുത്ത ബന്ധുവായൊരു ബിസിനസ്സുകാരൻ ഹോങ്കോങ്ങിലുണ്ട്. അവരെ അയാളുടെ അടുത്ത് എത്തിക്കാനാണ് യജമാനൻ ശ്രമിക്കുന്നത്. ഒന്നും ചെയ്യാനാവില്ലല്ലോ. ഫിക്സ് പിറുപിറുത്തുകൊണ്ട് തന്റെ മോഹഭംഗം മറച്ചുപിടിച്ചു. നമുക്കൊരു ഗ്ലാസ് ജിൻ കഴിച്ചാലോ മിസ്റ്റർ പാസ്പാർത്തു? ഫിക്സ് ചോദിച്ചു. എനിക്ക് സന്തോഷം തന്നെ, പാസ്പാർത്തു അറിയിച്ചു. പാസ്പാർത്തുവും ഫിക്സും തമ്മിലുള്ള കൂടിക്കാഴ്ച തുടർച്ചയായി ഉണ്ടായെങ്കിലും അയാളുമായിട്ടുള്ള ബന്ധം വളരെ സൂക്ഷിച്ചാണ് ഫിക്സ് നടത്തിയിരുന്നത്. ഫീലിയാസ് ഫോഗുമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ഫിക്സ് ശ്രദ്ധിച്ചിരുന്നു. 1-2 പ്രാവശ്യം ഒരു മിന്നായം പോലെ ഫിക്സ് ഫോഗിനെ കണ്ടിരുന്നു. ഏറിയ സമയവും അയാൾ ആ യുവതിയുടെ സമീപത്തോ അല്ലെങ്കിൽ അയാൾക്കേറെ പ്രിയപ്പെട്ട വിനോദമായിരുന്ന ചീട്ടുകളിയിലോ ഏർപ്പെട്ട് സമയം പോക്കി. റങ്കൂണിൽ ഫിക്സിനെ കണ്ടതു മുതൽ പാസ്പാർത്തുവും അയാളിൽ ഒരു കണ്ണ് സൂക്ഷിച്ചിരുന്നു. അയാളുടെ യാത്രയും നീക്കങ്ങളും അത്ര പന്തിയല്ലെന്ന് പാസ്പാർത്തുവിന് തോന്നിയിരുന്നു. ഈ മനുഷ്യൻ തന്റെ യജമാനന്റെ അതേ യാത്രാ റൂട്ടിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അയാൾ തന്നോട് പെരുമാറുന്നത്. ആദ്യം സൂയസിൽ, പിന്നീട് മംഗോളിയയിൽ, അത് കഴിഞ്ഞ് ബോംബെയിൽ. ബോംബെയിൽ വെച്ച് അയാൾ പറഞ്ഞത് തന്റെ യാത്ര അവിടെ അവസാനിക്കുമെന്നാണ്. എന്നാൽ അയാൾ ഇപ്പോഴിതാ റങ്കൂണിൽ തങ്ങളോടൊപ്പം ഹോങ്കോങ്ങിലേക്ക് യാത്ര ചെയ്യുന്നു. എല്ലാ യാത്രകളും തന്റെ യജമാനന്റെ കാൽപാദങ്ങളെ പിന്തുടർന്നു തന്നെ എന്ന് ചിന്തിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് അവിചാരിതമാണെന്ന് പറയാനാവില്ല. എന്താണ് മിസ്റ്റർ ഫിക്സിന്റെ കളി? പാസ്പാർത്തു ഫിക്സിന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. പാസ്പാർത്തുവിനെ പോലെയുള്ള ഒരാൾക്ക് ഒരു 100 വർഷം ഇരുന്ന് ചിന്തിച്ചാലും ഫിക്സിനെ പോലുള്ള ഒരു കുറ്റാന്വേഷകന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ഫീലിയാസ് ഫോഗ് എന്ന മനുഷ്യനെ ഒരു കുറ്റവാളിയെപ്പോലെ മിസ്റ്റർ ഫിക്സ് പിന്തുടർന്ന് ഈ ഭൂമിയിലൊട്ടാകെ ചുറ്റിയടിക്കുകയാണെന്ന് ചിന്തിക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഏത് പ്രശ്നത്തിനും മനുഷ്യൻ അവന്റേതായ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കും. അത് മനുഷ്യ സഹജമായ ഒന്നാണ്. ഇവിടെ ഫീലിയാസ് ഫോഗിന്റെ പിന്നാലെ നടക്കുന്ന ഫിക്സിന്റെ അസാധാരണമായ നടപടിക്ക് പാസ്പാർത്തു ഒരു കാരണം കണ്ടെത്തി. ഫിക്സ് മറ്റാരുമാകാൻ വഴിയില്ല. അയാൾ ഒരു ഏജന്റാണ്. ഫീലിയാസ് ഫോഗും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും തമ്മിൽ റിഫോം ക്ലബിൽ വെച്ച് നടത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അയാൾ യാത്ര ചെയ്യുന്നതെന്ന് അറിയാനായി അവർ തന്നെ ഏർപ്പാടാക്കിയ ചാരനാണ് മിസ്റ്റർ ഫിക്സ്. അത് തന്നെയാണ് പാസ്പാർത്തു സ്വയം പറഞ്ഞു. തന്റെ കണ്ടെത്തലിൽ അയാൾക്ക് അഭിമാനം തോന്നി. അയാൾ ഒരു ചാരൻ തന്നെയാണ്. എന്നാൽ അവർക്ക് ശരിക്കും തെറ്റിയിരിക്കുന്നു. ഫീലിയാസ് ഫോഗിനെ പോലെ തീർത്തും മാന്യനായ ഒരു മനുഷ്യനെ നിരീക്ഷിക്കാൻ ചാരനെ നിയോഗിച്ച് ആ പണം കൂടി അവർ പാഴാക്കിയിരിക്കുന്നു. തന്റെ കണ്ടെത്തലിൽ പാസ്പാർത്തുവിന് അഭിമാനം തോന്നി. എങ്കിലും അക്കാര്യം ഫീലിയാസ് ഫോഗിനോട് പറയേണ്ടതില്ല എന്ന നിലപാടാണ് അയാൾ സ്വീകരിച്ചത്. ഇതെങ്ങാനും യജമാനൻ അറിഞ്ഞാൽ തന്റെ സത്യസന്ധതയെ സംശയിച്ചതിന് അവരുമായി ഉടക്കിയേക്കാം. എന്നാൽ തന്റെ നിഗമനങ്ങളെ ഫിക്സുമായി പങ്കുവെക്കാതെ അയാളെ കുരങ്ങു കളിപ്പിക്കണമെന്ന് പാസ്പാർത്തു ആഗ്രഹിച്ചു. ഒക്ടോബർ 30-ാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ റങ്കൂൺ മലാക്ക കടലിടുക്കിൽ പ്രവേശിച്ചു. സുമാത്രയെ മലയൻ ഉപദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് മലാക്ക കടലിടുക്കാണ്. അങ്ങകലെ വളരെ ചെറുതായി സുമാത്ര ദ്വീപ് യാത്രക്കാർക്ക് കാണാനാകും. ഉയരമുള്ളതും ചെങ്കുത്തായതുമായ പർവ്വതനിരകൾ മറ്റു കാഴ്ചകളെ മറയ്ക്കുന്നു. ഒക്ടോബർ 31 വെളുപ്പിന് 4 മണിക്ക് കപ്പൽ സിംഗപ്പൂർ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനായി നങ്കൂരമിട്ടു. ഇതിനോടകം തന്നെ കപ്പൽ അതിന്റെ ഷെഡ്യൂൾ സമയത്തിൽ നിന്നും 1/2 ദിവസം ലാഭിച്ചിരുന്നു. ഫീലിയാസ് ഫോഗ് ഇക്കാര്യം അയാളുടെ ഡയറിയിൽ കുറിച്ചിട്ടു.
അയാൾ ഔദയെയും കൂട്ടി കരയിലെത്തി. അവൾക്ക് പുറത്തിറങ്ങി അല്പനേരം യാത്ര ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഫോഗ് കരയിലേക്ക് വന്നത്. അവരറിയാതെ ഫിക്സ് രണ്ടുപേരെയും പിന്തുടർന്നു. ഇത് കണ്ട പാസ്പാർത്തു പൊട്ടിച്ചിരിച്ചു. അയാൾ സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലേക്ക് നടന്നു. സിംഗപ്പൂർ ദ്വീപ് അത്ര വലുതോ ഗാംഭീര്യം നിറഞ്ഞതോ ആയിരുന്നില്ല. സിംഗപ്പൂരിനെ സുന്ദരമാക്കാൻ പർവ്വത സാനുക്കളില്ല. എന്നാൽ ദ്വീപ് മൊത്തത്തിൽ ആകർഷണീയമായിരുന്നു താനും. പാർക്കുകളും നല്ല റോഡുകളും ഉണ്ടായിരുന്നു. ഹോളണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത മനോഹരമായ കുതിരകളെ കൊണ്ട് വലിപ്പിക്കുന്ന ഒരു വണ്ടിയിൽ കയറി തെങ്ങുകളും പനകളും പാതി വിരിഞ്ഞു നിന്ന കരയാമ്പൂ പൂക്കളും നിറഞ്ഞു നിന്ന ഒരു സ്ഥലത്തുകൂടി മുന്നോട്ട് നീങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളിലെ മുൾച്ചെടികളുടെ സ്ഥാനത്ത് കുരുമുളക് വള്ളികൾ പടർന്ന കുറ്റിമരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ചവ്വരിപ്പനകളും ഫേൺ ചെടികളും തൂവലുകൾ പോലെ മൃദുവായ ഇലകളും ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെ പ്രത്യേകതകളായിരുന്നുവല്ലോ. നിരത്തിൽ പൂത്തും കായ്ച്ചും നിന്നിരുന്ന ജാതിമരങ്ങൾ പ്രകൃതിയിലേക്ക് സുഗന്ധം തള്ളിവിട്ടുകൊണ്ടിരുന്നു. കുരങ്ങന്മാരും കടുവകളും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന നിരവധി ബോർഡുകൾ അവിടെവിടെയായി സ്ഥാപിച്ചിരിക്കുന്നു. ഈ ജീവികളെ ഇവിടെ ആരും വേട്ടയാടാറില്ലെന്ന അറിവ് അത്ഭുതമായി തോന്നി. അതിന് കാരണം ഈ ജീവികൾ മലയൻ കടലിടുക്ക് നീന്തിക്കടന്നാണത്രേ ഇവിടെ എത്തുന്നത്. 2 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഔദയും ഫീലിയാസ് ഫോഗും പട്ടണത്തിലെത്തി. വലിയ കെട്ടിടങ്ങളും മനോഹരമായ ഉദ്യാനങ്ങളും നിരനിരയായി നിൽക്കുന്ന മാംഗോസ്റ്റൈൻ മാമ്പഴങ്ങളും പൈനാപ്പിൾ ചെടികളും അവരെ ആനന്ദിപ്പിച്ചു. സിംഗപ്പൂർ മാമ്പഴവും പൈനാപ്പിളും ലോക പ്രശസ്തമാണ്. ഏതാണ്ട് 10 മണിയായപ്പോഴേക്കും അവർ കപ്പലിൽ തിരിച്ചെത്തി. അവരെ പിന്തുടർന്ന ഫിക്സിന് റിക്ഷാക്കൂലി നഷ്ടമായതല്ലാതെ യാതൊന്നും നേടാനായില്ല. അവർ റംഗൂണിൽ തിരിച്ചെത്തിയപ്പോൾ പാസ്പാർത്തു അവരെയും കാത്ത് ഡെക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഔദയ്ക്ക് നൽകാനായി കുറെ മാംഗോസ്റ്റിൻ മാമ്പഴം വാങ്ങിയിരുന്നു. ആപ്പിളിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന ആ മാമ്പഴത്തിന്റെ പുറംതൊലി ഇരുണ്ട ബ്രൗൺ നിറമായിരുന്നുവെങ്കിലും ഉൾഭാഗം നല്ല ചുവപ്പായിരുന്നു. ചുണ്ടുകളിൽ നിന്നും അതിന്റെ മധുരം അത്ര പെട്ടെന്ന് പോവുകയുമില്ല. ഔദ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അവൾ പാസ്പാർത്തുവിന് നന്ദി പറഞ്ഞു. 11 മണിക്ക് തന്നെ റംഗൂൺ സിംഗപ്പൂർ തീരം വിട്ടു. മലയൻ പർവ്വത ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി. പകരം വലിയ കാടുകൾ കാണാൻ തുടങ്ങി. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടുവകൾക്ക് വാസമൊരുക്കുന്നത് മലയൻ കാടുകളാണ്. സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് 1300 മൈൽ ദൂരമുണ്ട്. ചൈന തീരത്തിനടുത്തായി കാണപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് ഭരണ പ്രദേശമാണ് ഹോങ്കോങ്. 6 ദിവസം കൊണ്ട് സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിൽ എത്തിയാലേ നവംബർ 6-ന് അവിടെ നിന്നും ജപ്പാനിലെ യോക്കോഹാമയിലേക്ക് പോകുന്ന കപ്പലിൽ യാത്ര തുടരാൻ കഴിയൂ. അതുകൊണ്ട് സിംഗപ്പൂരിൽ നിന്നും ഹോങ്കോങ്ങിലേക്കുള്ള യാത്ര ഫീലിയാസ് ഫോഗിന് നിർണായകമായിരുന്നു. സിംഗപ്പൂരിൽ നിന്നും റംഗൂൺ നിറയെ യാത്രക്കാരുമായിട്ടാണ് തിരിച്ചത്. ഇന്ത്യക്കാരും സിലോൺകാരും മലയക്കാരും പോർച്ചുഗീസുകാരും അടങ്ങിയ ഒരു വലിയ ആൾക്കൂട്ടം 2ാം ക്ലാസ് ടിക്കറ്റിൽ കടന്നുകൂടിയിരുന്നു. തുടക്കത്തിൽ കടൽ ശാന്തമായിരുന്നെങ്കിലും രാത്രിയുടെ 2ാം യാമം പിന്നിട്ടതോടെ കടൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി. അതിശക്തമായ കാറ്റ് വീശിയടിച്ചു. എന്നാൽ കാറ്റിന്റെ ഗതി തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നും ആയിരുന്നതിനാൽ അത് കപ്പലിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പിത്താൻ കപ്പലിന്റെ പായകൾ മടക്കി വെച്ചു. എഞ്ചിന്റെയും കാറ്റിന്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൽ കപ്പലിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കാറ്റിന്റെ ഗതി മാറി. കപ്പലിന്റെ വേഗത കുറഞ്ഞു. യഥാർത്ഥത്തിൽ കപ്പലിന്റെ നിർമ്മാണത്തിലുണ്ടായ ചില പാകപ്പിഴകൾ കൊണ്ടാണ് പ്രാദേശിക കാറ്റുകൾ കപ്പലിന്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയത്. കപ്പൽ വളരെ സാവധാനം നീങ്ങുന്നത് കാണുമ്പോൾ ഫീലിയാസ് ഫോഗിന് വലിയ ടെൻഷൻ തോന്നിയില്ലെങ്കിലും പാസ്പാർത്തു വലിയ സങ്കടത്തിലായിരുന്നു. അവൻ കപ്പലിന്റെ ക്യാപ്റ്റനെയും ചീഫ് എഞ്ചിനീയറെയും നിർമ്മാണ കമ്പനിയെയും ഇത്രയധികം യാത്രക്കാരെ തള്ളിക്കയറ്റിയവരെയും കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും ചെയ്തു. സാവില്ലെ റോയിലെ തന്റെ കിടപ്പുമുറിയിൽ തന്റെ ചെലവിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ബർണറിനെ കുറിച്ച് ഓർത്തപ്പോൾ അയാൾക്ക് സങ്കടം വന്നു. നിങ്ങൾക്ക് ഹോങ്കോങ്ങിൽ എത്തിയിട്ട് അത്ര വലിയ തിടുക്കമുണ്ടോ? ഫിക്സ് ഇടയ്ക്ക് പാസ്പാർത്തുവിനോട് ചോദിച്ചു. തീർച്ചയായും തിടുക്കമുണ്ട് എന്ന് അയാൾ മറുപടി പറഞ്ഞു. യോക്കോഹാമയിലേക്കുള്ള കപ്പൽ പിടിക്കാൻ മിസ്റ്റർ ഫോഗ് തിടുക്കം കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അയാൾ വീണ്ടും ചോദിച്ചു. എത്ര വേഗം കഴിയുമോ അത്രയും വേഗം, പാസ്പാർത്തു പ്രതികരിച്ചു. വിചിത്രമായ ഈ യാത്ര ലോകത്തിനു ചുറ്റുമുള്ളതാണെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. എന്താ മിസ്റ്റർ ഫിക്സ്, താങ്കൾക്കങ്ങനെ വിശ്വസിക്കാനാവുന്നില്ലേ?
പാസ്പാർത്തു മുന വെച്ചാണ് സംസാരിച്ചത്. എനിക്കിപ്പോൾ ഒന്നും പറയാനാവുന്നില്ല. തമാശക്കാരൻ. കണ്ണുറുക്കിക്കൊണ്ട് പാസ്പാർത്തു പരിഹസിച്ചു. പാസ്പാർത്തുവിന്റെ പരിഹാസം അയാൾക്ക് ശരിക്കും കൊണ്ടു. താനൊരു കുറ്റാന്വേഷകനാണെന്ന കാര്യം പാസ്പാർത്തു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അയാൾ സംശയിച്ചു. അല്ലെങ്കിൽ അയാളിൽ നിന്നും ഇങ്ങനെയൊരു പരിഹാസം ഉണ്ടാകാനിടയില്ല. മറ്റൊരവസരത്തിൽ പാസ്പാർത്തു കുറച്ചുകൂടി കടുപ്പിച്ചാണ് സംസാരിച്ചത്. ഹോങ്കോങ്ങിൽ എത്തിയതിനു ശേഷമുള്ള ഞങ്ങളുടെ യാത്രയിൽ താങ്കളുടെ സന്തോഷകരമായ സാന്നിധ്യം ഉണ്ടാകത്തില്ല എന്നാണോ അർത്ഥമാക്കിയത്? അതിനെപ്പറ്റി ഇപ്പോൾ എനിക്കൊന്നും പറയാനാവില്ല. ഫിക്സ് അല്പം സങ്കോചത്തോടെയാണ് പ്രതികരിച്ചത്. താങ്കളും ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും. കപ്പൽ ഏജന്റ് ഒരിക്കലും താങ്കളുടെ യാത്രയെ പകുതി വഴിക്ക് നിർത്തുമെന്ന് തോന്നുന്നില്ല. താങ്കൾ ആദ്യം പറഞ്ഞത് ബോംബെ വരെ എന്നാണ്. ഇവിടെ ഇപ്പോൾ താങ്കൾ ചൈനയിലേക്കായിരിക്കും പോകുന്നത്. അമേരിക്ക ഇവിടെ നിന്നും അത്ര ദൂരത്തൊന്നുമല്ല. അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്കും ഇപ്പോൾ വലിയ ദൂരമില്ല. പാസ്പാർത്തുവിന്റെ മുഖഭാവങ്ങളും മുനവെച്ച സംഭാഷണവും ഫിക്സിനെ അലോസരപ്പെടുത്തിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അയാൾ പാസ്പാർത്തുവിന്റെ ചിരിയിൽ പങ്കാളിയായി. പാസ്പാർത്തു നല്ല മൂഡിലായിരുന്നു. അയാൾ വിടാനുള്ള ഭാവമില്ല. താങ്കളും പണം കിട്ടുന്ന ഏതോ വലിയ പണി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല. ഓ അതെ. ഫിക്സ് അല്ലെന്നും ആണെന്നും പറഞ്ഞു. പാസ്പാർത്തുവിന് തന്നിൽ സംശയമുണ്ടെന്ന് ഫിക്സ് ഉറപ്പിച്ചു. താങ്കൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഫിക്സ് പ്രതികരിച്ചു. തീർച്ചയായും എല്ലാം എനിക്കറിയാം. പാസ്പാർത്തു പൊട്ടിച്ചിരിച്ചു. ഫിക്സ് തന്റെ ക്യാബിനിലേക്ക് മടങ്ങി. കാര്യങ്ങളുടെ പോക്കിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഫ്രഞ്ചുകാരൻ താനൊരു കുറ്റാന്വേഷകനാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയാൾ അക്കാര്യം യജമാനനോട് പറഞ്ഞിട്ടുണ്ടാവുമോ? ഫ്രഞ്ചുകാരൻ ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുക? ഇനി അയാളും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണോ? എല്ലാ രഹസ്യങ്ങളും പരസ്യമാവുകയും തന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയുമാണോ? ആ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് അയാൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആദ്യമായി അയാൾ സ്വയം ബോധ്യപ്പെടാൻ ശ്രമിച്ചത് എല്ലാം കൈവിട്ടു പോകുന്നു എന്ന കാര്യമാണ്. എന്നാൽ ഒരാശ്വാസം എന്നവണ്ണം അയാൾ തിരുത്താൻ ശ്രമിച്ചു. ഫീലിയാസ് വോഗ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. അയാളുടെ തലച്ചോറ് ക്രമേണ ശാന്തമായി തുടങ്ങി. പാസ്പാർത്തുവുമായി കൂടുതൽ ഉള്ളു തുറന്ന് സംസാരിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫീലിയാസ് വോഗിനെ ഹോങ്കോങ്ങിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നേക്കാം. അയാൾ ബ്രിട്ടീഷ് മണ്ണിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതുതന്നെയാണ് നല്ല അവസരം. പാസ്പാർത്തുവിന്റെ സഹായത്തോടെ തന്നെ ഫോഗിനെ കുടുക്കാനാവണം. പാസ്പാർത്തുവിനോട് എല്ലാം തുറന്നു പറയണം. എന്നാൽ ഫീലിയാസ് ഫോഗിനെ യാതൊരു തടസ്സങ്ങളും കാര്യമായി ബാധിച്ചില്ല. ഫീലിയാസ് ഫോഗ് ഭൂമിക്ക് ചുറ്റും കൃത്യമായി സഞ്ചാരപഥത്തിലൂടെ ഒരു ഉപഗ്രഹം കണക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ സഞ്ചാരപഥത്തിനു ചുറ്റുമുള്ള ആകർഷക വലയത്തിൽ കടന്ന് തനിക്ക് ചുറ്റും തിരിയുന്ന ക്ഷുദ്രഗ്രഹങ്ങളെയും ഉൽക്കകളെയും അയാൾ അവഗണിച്ചു. ഫീലിയാസ് ഫോഗിന് ഔദയുടെ അസാധാരണമായ സൗന്ദര്യത്തിൽ പോലും യാതൊരു താല്പര്യവും തോന്നുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ പാസ്പാർത്തുവിന് അത്ഭുതമാണ് തോന്നിയത്. എന്നാൽ തന്റെ രക്ഷകനായ ഫോഗിനോട് ആ സ്ത്രീക്ക് അതിയായ ഇഷ്ടമുണ്ടെന്ന് ആ കണ്ണുകൾ വിളിച്ചു പറയുന്നതായി പാസ്പാർത്തു വിശ്വസിച്ചു. അതാകട്ടെ ഓരോ ദിവസവും കൂടി വരുന്നു. മറിച്ച് ഫീലിയാസ് ഫോഗ് ആകട്ടെ ഒരു വീരനായകന്റെ പരിവേഷത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നുമില്ല. യാത്രയുടെ വിജയത്തിൽ കവിഞ്ഞതൊന്നും തന്നെ ഫോഗിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. പാസ്പാർത്തു താൻ സ്വയം സൃഷ്ടിച്ച ഉത്കണ്ഠാകുലമായ മനസ്സുമായി കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കടലിന്റെ പ്രക്ഷുബ്ധത തുടർന്നു. ഒക്ടോബർ 3-4 തീയതികളിൽ ശക്തമായ കടൽക്കാറ്റിൽപ്പെട്ട് കപ്പലിന്റെ വേഗം വളരെ കുറഞ്ഞു. ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഷെഡ്യൂൾ ചെയ്ത സമയത്തിനേക്കാൾ ഒരു ദിവസം കഴിഞ്ഞേ കപ്പൽ ഹോങ്കോങ്ങിൽ എത്തുകയുള്ളൂ. ചിലപ്പോൾ അതിലും കൂടുതൽ താമസിച്ചേക്കാം. എന്നിട്ടും ഫീലിയാസ് വോഗിന്റെ മുഖത്ത് വലിയ ഉത്കണ്ഠയൊന്നും നിഴലിച്ചില്ല. 20 മണിക്കൂറിനും അപ്പുറത്തേക്ക് റംഗൂൺ താമസിച്ചാൽ ഹോങ്കോങ്ങിൽ നിന്നും യോക്കോഹാമയിലേക്കുള്ള കപ്പൽ കിട്ടാതെ വന്നേക്കാമെന്ന് അയാൾ കണക്കുകൂട്ടി. ഈ പ്രതിബന്ധങ്ങളെല്ലാം താൻ മുൻകൂട്ടി കണക്കാക്കിയതാണെന്ന ഭാവമായിരുന്നു അയാൾക്ക്. റംഗൂണിന്റെ വേഗതയിൽ അസ്വസ്ഥയായിരുന്ന ഔദ ഇക്കാര്യം ഫോഗുമായി സംസാരിച്ചെങ്കിലും അയാൾ ശാന്തനായി അതെല്ലാം കേട്ടിരുന്നു. കുറ്റാന്വേഷകൻ ഫിക്സ് കടലിന്റെ രൗദ്രതയെ സന്തോഷത്തോടെയാണ് കണ്ടത്. റംഗൂൺ ക്രമാതീതമായി താമസിച്ചാൽ ഫോഗിന് യോക്കോഹാമയിലേക്ക് കപ്പൽ പിടിക്കാനാവില്ല.
അങ്ങനെ വന്നാൽ അയാൾക്ക് ഏതാനും ദിവസം ഹോങ്കോങ്ങിൽ തങ്ങേണ്ടി വരും. ഇത് കാര്യങ്ങളെ തൻ്റെ വഴിയിലേക്ക് എത്താൻ സഹായിക്കും. ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ ഇപ്പോൾ തന്നെ സഹായിക്കുന്നതായി ഫിക്സ് കരുതി. പാസ്പാർത്തുവിൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും തകർച്ചയുടെ വക്കിലാണ്. റങ്കൂണിനെയും കടലിനെയും അയാൾ വെറുത്തു. ഇതുവരെയും എല്ലാ കാര്യങ്ങളും യജമാനന് അനുകൂലമായിരുന്നു. കടലും കരയും എൻ്റെ യജമാനന് മുന്നിൽ തലകുനിച്ചു നിന്നു. കപ്പലും ട്രെയിനുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്കായി കാത്തുനിന്നു. കാറ്റും നീരാവിയും ഒന്നായി ചേർന്ന് ഒരു വലിയ ശക്തിയായി മാറി അദ്ദേഹത്തിൻ്റെ യാത്രയെ സഹായിച്ചു. ഇപ്പോഴിതാ എല്ലാം വെറും വ്യാമോഹങ്ങളായി മാറിയിരിക്കുന്നു. 20,000 പൗണ്ട് തൻ്റെ തോൽസഞ്ചിയിൽ ചുമക്കാനുള്ള ഭാഗ്യം തനിക്കില്ലെന്ന് അയാൾ ഓർത്തു. പാസ്പാർത്തുവുമായുള്ള കൂടിക്കാഴ്ചകളിൽ ഫിക്സ് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. പാസ്പാർത്തു ആകട്ടെ കടലിന്റെ രൗദ്രഭാവം വീക്ഷിച്ചുകൊണ്ട് ഏത് സമയവും കപ്പലിന്റെ ഡെക്കിൽ കയറി നിന്നു. 100 പ്രാവശ്യമെങ്കിലും അയാൾ കപ്പിത്താനെയും എഞ്ചിനീയർമാരെയും മറ്റ് ക്രൂ മെമ്പേഴ്സിനെയും ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചു. ബാരോമീറ്റർ ഇരിക്കുന്ന മുറിയിലെത്തി അതിലെ മെർക്കുറി ഉയരാത്തതിന് ഉപകരണത്തെ ചീത്ത പറഞ്ഞു. ബാരോമീറ്റർ എടുത്ത് ശക്തിയായി കുലുക്കി നോക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല. നവംബർ 4-ാം തീയതി പകൽ സമയത്തോടെ കടൽ ശാന്തമാകാൻ തുടങ്ങി. കാറ്റ് തെക്കുഭാഗത്ത് 2 നിശ്ചിത സ്ഥലങ്ങളിലേക്ക് മാറിയതിനാൽ റങ്കൂൺ അതിൻ്റെ വേഗത വീണ്ടെടുത്തു. എങ്കിലും നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. 6-ാം തീയതി പുലർച്ചെ 5 മണിക്ക് മാത്രമേ കരയെത്തി എന്ന പ്രഖ്യാപനം കപ്പലിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഫീലിയാസ് ഫോഗിന്റെ യാത്രാ പദ്ധതിയിൽ ഹോങ്കോങ് സമയം 5-ാം തീയതിയാണ്. 24 മണിക്കൂർ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, യോക്കോഹാമയ്ക്കുള്ള കപ്പൽ അപ്പോഴേക്കും പുറപ്പെട്ടിരിക്കും. പാസ്പാർത്തു കപ്പലിലെ ജീവനക്കാരോട് യോക്കോഹാമയ്ക്കുള്ള കപ്പൽ പുറപ്പെട്ട് കാണുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ആരും അതിന് കൃത്യമായ ഉത്തരം നൽകിയില്ല. ഫിക്സ് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അത് പോയാലും സാരമില്ല, താങ്കളുടെ യജമാനൻ മറ്റൊരു കപ്പലിൽ യാത്ര തുടരും. എന്നാൽ ഫിക്സ് ആത്മാർത്ഥതയോടെ അല്ല സംസാരിക്കുന്നതെന്ന് പാസ്പാർത്തു മനസ്സിലാക്കിയിരുന്നു. കപ്പൽ ഹോങ്കോങ് തുറമുഖത്തിന് അടുത്തെത്തിയപ്പോൾ ബോട്ടിലെത്തിയ ഒരു ക്യാപ്റ്റൻ കപ്പലിനെ തുറമുഖത്തേക്ക് നയിച്ചു. ഈ സമയം ഫീലിയാസ് ഫോഗ് പൈലറ്റിനെ സമീപിച്ചു. ഹോങ്കോങ്ങിൽ നിന്നും ഇനി എപ്പോഴാണ് യോക്കോഹാമയിലേക്ക് ഒരു കപ്പൽ പുറപ്പെടുക? നാളെ അതിരാവിലെയുള്ള വേലിയേറ്റ സമയത്ത്, ക്യാപ്റ്റൻ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോഴും തന്റെ സന്തോഷമൊന്നും പുറത്തേക്ക് കാണിക്കാതെ അയാൾ വീണ്ടും ചോദിച്ചു, ആ കപ്പലിന്റെ പേരെന്താണ്? കർണാട്ടിക്. അവൾ ശരിക്കും ഇന്നലെ പോകേണ്ടതായിരുന്നില്ലേ? ശരിയാണ് സർ. കപ്പലിന്റെ ഒരു ബോയിലറിന് ചില തകരാറുകൾ ഉണ്ടായിരുന്നതിനാൽ അത് റിപ്പയർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് യാത്ര നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ സമയത്ത് പാസ്പാർത്തു ഫോഗിനൊപ്പം ഉണ്ടായിരുന്നു. ക്യാപ്റ്റന്റെ മറുപടി കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അയാളെ ചെന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പാസ്പാർത്തു ആഗ്രഹിച്ചു. എന്നാൽ ഫീലിയാസ് ഫോഗിന്റെ കൈകൾ തന്റെ കഴുത്തിന് നേരെ നീണ്ടതിനാൽ പാസ്പാർത്തു അടങ്ങി നിന്നു. ഫീലിയാസ് ഫോഗ് ക്യാപ്റ്റന് നന്ദി പറഞ്ഞിട്ട് തികച്ചും യാന്ത്രികമായ ചലനത്തോടെ റങ്കൂണിലെ തന്റെ ക്യാബിനിലേക്ക് മടങ്ങി. ഫീലിയാസ് ഫോഗ് മടങ്ങിപ്പോയപ്പോൾ പാസ്പാർത്തു ക്യാപ്റ്റന്റെ കൈപിടിച്ച് കുലുക്കി. നന്ദിയുണ്ട് ക്യാപ്റ്റൻ, താങ്കൾ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. പാസ്പാർത്തുവിന്റെ സൗഹൃദത്തിന്റെ പൊരുൾ മനസ്സിലാക്കാനാവാതെ ക്യാപ്റ്റൻ നാവിഗേഷൻ ബ്രിഡ്ജിലേക്ക് മടങ്ങി റങ്കൂണിനെ ഹോങ്കോങ് തുറമുഖത്തെ ഇടുങ്ങിയ ചാനലിലൂടെ മുന്നോട്ട് നീക്കി. 1 മണിയോടുകൂടി കപ്പൽ തുറമുഖത്ത് നങ്കൂരമിട്ടു. യാത്രക്കാരെല്ലാം പുറത്തേക്കിറങ്ങി. ഭാഗ്യം ഫീലിയാസ് ഫോഗിന്റെ ഭാഗത്തായിരുന്നു. കർണാട്ടിക്കിന്റെ ബോയിലറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അത് നവംബർ 5-ന് തന്നെ യോക്കോഹാമയിലേക്ക് പോയേനെ. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ജപ്പാനിലേക്കുള്ള അടുത്ത കപ്പലിനായി ഒരാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ തന്നെ മിസ്റ്റർ ഫോഗ് 24 മണിക്കൂർ പിന്നിലാണ്. എന്നാൽ കർണാട്ടിക് കിട്ടിയതിനാൽ ആ നഷ്ടം തുടർന്നുള്ള യാത്രയെ ബാധിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുവാനൊരു കാരണമുണ്ടായിരുന്നു. ഹോങ്കോങ്ങിൽ നിന്നും പുറപ്പെടുന്ന കർണാട്ടിക് എന്ന കപ്പലിനെ യോക്കോഹാമയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന പസഫിക് എന്ന കപ്പലിന്റെ കണക്ഷനായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ 1 ദിവസം താമസിച്ചാണ് കർണാട്ടിക് പുറപ്പെടുന്നതെങ്കിലും അത് യോക്കോഹാമയിൽ എത്തിയാൽ മാത്രമേ പസഫിക് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് തിരിക്കുകയുള്ളൂ. പസഫിക്കിൽ 22 ദിവസത്തെ യാത്രയാണ് യഥാർത്ഥത്തിൽ വേണ്ടിവരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ 24 മണിക്കൂർ നഷ്ടം ആ യാത്രയിൽ പസഫിക്കിൽ ലഭിക്കാതിരിക്കില്ല. ലണ്ടനിൽ നിന്നും യാത്ര തിരിച്ചിട്ട് ഇപ്പോൾ 35 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഫീലിയാസ് ഫോഗ് തന്റെ യാത്രയുടെ കണക്കുകൾ ഡയറിയിൽ കുറിച്ചുവെച്ചു.
കർണാട്ടിക് യോക്കോഹാമയിലേക്ക് രാവിലെ 5 മണിക്ക് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകദേശം 16 മണിക്കൂർ ഇനിയും അതിനായി കാത്തിരിക്കണം. ഈ സമയം കൊണ്ട് ഔദയുടെ ബന്ധുക്കളെ കണ്ടെത്തി അവരെ സുരക്ഷിതമായി ഏൽപ്പിക്കണം. ഫോഗും ഭൃത്യനും യുവതിയും കപ്പലിൽ നിന്നും ഇറങ്ങി ഒരു കുതിരവണ്ടിയിൽ കയറി. പോർട്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ക്ലബ് ഹോട്ടലിലേക്ക് കുതിരവണ്ടി പോയി. 20 മിനിറ്റിനുള്ളിൽ അവർ ഹോട്ടൽ ക്ലബിലെത്തി. ഹോട്ടലിൽ ഔദയ്ക്കായി ഒരു മുറിയെടുത്ത് നൽകിയിട്ട് ഫീലിയാസ് ഫോഗ് അവരുടെ ബന്ധുവിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോയി. പാസ്പാർത്തു അവരുടെ സംരക്ഷകനായി ഹോട്ടലിൽ തന്നെ തങ്ങി. ഫീലിയാസ് ഫോഗ് നേരെ പോയത് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ്. ഔദയുടെ ബന്ധുവായ ജെ എന്ന പാഴ്സി വലിയ ബിസിനസ്സുകാരനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അയാളെ അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഈ ഒരു വിശ്വാസത്തിലാണ് ഫോഗ് നേരെ അങ്ങോട്ട് പോയത്. ബ്രോക്കർമാരിൽ നിന്നും അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. കഴിഞ്ഞ 2 വർഷമായി അയാൾ യൂറോപ്പിലാണ് ബിസിനസ് നടത്തുന്നത്. ഹോളണ്ടിലാണ് ഇപ്പോൾ അയാൾ താമസിക്കുന്നത്. ഫീലിയാസ് ഫോഗ് ഹോട്ടലിൽ തിരികെ എത്തി. താൻ അറിഞ്ഞ കാര്യങ്ങൾ ഔദയെ ധരിപ്പിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. അവർ തലയിൽ കൈവച്ച് നിസ്സഹായകയായിരുന്നു. ഏക പ്രതീക്ഷ ഇതായിരുന്നു. അല്പസമയത്തിനു ശേഷം അവർ ചോദിച്ചു, ഞാനിനി എന്തു ചെയ്യും മിസ്റ്റർ ഫോഗ്? ഇത് വളരെ നിസ്സാരമായ കാര്യമല്ലേ? നിങ്ങളും ഞങ്ങളുടെ കൂടെ യൂറോപ്പിലേക്ക് പോരുക. പക്ഷേ ഞാൻ താങ്കളെ ഇനിയും ചൂഷണം ചെയ്യുന്നത്? അവർക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ ഫോഗ് ഇടപെട്ടു. താങ്കൾ ഒരിക്കലും എന്നെ ദുരുപയോഗം ചെയ്യുന്നില്ല. മാത്രവുമല്ല, താങ്കളുടെ സാന്നിധ്യം എന്റെ യാത്രയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പാസ്പാർത്തു, ഫോഗ് ഭൃത്യനെ വിളിച്ചു. സർ, കർണാട്ടിക്കിലേക്ക് പോയി 3 ക്യാബിനുകൾ ബുക്ക് ചെയ്യുക. പാസ്പാർത്തുവിന് സന്തോഷമായി. ഈ യുവതിയോടൊപ്പം തുടർന്നും യാത്ര ചെയ്യുന്നതിൽ അവന് ആഹ്ലാദമുണ്ടായിരുന്നു. അവർക്ക് പാസ്പാർത്തുവിനോട് സ്നേഹവും ദയയും ഉണ്ടായിരുന്നു. പാസ്പാർത്തു ഉടൻ തന്നെ തുറമുഖത്തെ കപ്പൽ കമ്പനിയുടെ ഓഫീസിലേക്ക് നടന്നു. മറ്റൊരു ഊരാക്കുടുക്കിലേക്കാണ് താൻ നടക്കുന്നതെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല.